കിച്ചണിൽ വീണ്ടും ജാസ്മിനും ജിൻഡോയും തമ്മിൽ പൊരിഞ്ഞടിയാണ്. ജാസ്മിനും ജിൻഡോയും ചേർന്നാണ് ഇന്ന് കുക്കിംഗ് നടത്തുന്നത്. കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ കറി ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ മൂടിക എടുത്ത് അത് നേരെ അതേപോലെ ടേബിളിൽ, അതായത് കിച്ചൺ ടേബിളിൽ വെച്ചു എന്നുള്ളതാണ് ജിൻഡോയെ ചൊടിപ്പിച്ച കാര്യം. അതിൽ നിറച്ച ആവിവെള്ളം ഉണ്ടാവും. അപ്പോൾ ആ ഗ്രാനൈറ്റിന്റെ മുകളിൽ അത് വെച്ച് കഴിഞ്ഞാൽ അതുമ്മ വല്ല അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രത്തുമ്മ പിടിക്കും. അതിനുശേഷം വീണ്ടും അതെടുത്ത് കൊണ്ടുവന്ന് കറി മൂടുന്ന സമയത്ത് അതിലേക്ക് അണുക്കൾ വരും എന്നുള്ളതാണ് ജിൻഡോ പറയുന്ന കാര്യം. ജിൻഡോ പറഞ്ഞത് 100% കറക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയ കാര്യം. എന്തായാലും ജിൻഡോ അത് പറഞ്ഞിട്ട് ജിൻഡോ ആദ്യത്തെ തവണ ആ പാത്രം കൊണ്ടുവന്ന് കഴുകിയിട്ട് മൂടിയാൽ മതി എന്ന് പറഞ്ഞു. ആദ്യത്തെ തവണ ജാസ്മിൻ വന്ന് കഴുകി മൂടി. വീണ്ടും അതേ കാര്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ വീണ്ടും അവിടെ ജിൻഡോ പറയുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത് അത് ചെയ്യരുത്, അത് ചെയ്തു കഴിഞ്ഞാൽ വൃത്തികേടാണ്, ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ വെച്ചപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് ആ പാത്രം കൊണ്ടുവന്ന് കറി മൂടി ജാസ്മിൻ. അതാണ് ജിൻഡോയെ ചൊടിപ്പിച്ചത്. ജിൻഡോ അത് വിഷയമാക്കി. അവസാനം ക്യാപ്റ്റൻ ഇടപെട്ടിട്ട് പറഞ്ഞു, ജിൻഡോ ബ്രോ പറഞ്ഞത് ശരിയാണ് ജാസ്മിൻ, അത് ചെയ്തത് ശരിയല്ല, ആളുടെ രീതിയാണ് പറഞ്ഞത്, അത് ശരിയാണ് എന്ന് ജാസ്മിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ പറയുന്നത് അവിടെ നമ്മൾ ഇതുമ്മ തന്നെയല്ലേ, ഈ ഗ്രാനൈറ്റുമ്മ തന്നെയാണ് നമ്മൾ ചപ്പാത്തി പരത്തുന്നത്, നമ്മൾ പച്ചക്കറികൾ അരിയുന്നത് ഒക്കെ, അപ്പോൾ പിന്നെ അങ്ങനെ വൃത്തി നോക്കി കഴിഞ്ഞാൽ എല്ലാം ചെയ്യണ്ടേ എന്ന് അവിടെ ജാസ്മിൻ ചോദിക്കുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ശരണ്യ വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ബ്രോ ജിൻഡോ ചേട്ടാ അവിടെ നല്ല ക്ലീൻ ആയിട്ട് തുടയ്ക്കുന്നത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അവിടെ ക്ലീൻ ആയിട്ടുള്ള സ്ഥലമല്ലേ, അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ എടുത്ത് വെച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, ശരിയാണ്, അവിടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഗ്രാനൈറ്റ് ആണ്, എത്ര ക്ലീൻ ചെയ്താലും അത് മണുക്കളുണ്ടായിരിക്കും. ചൂടുള്ള ഒരു ഇതിൽ നിറച്ച ആവിവെള്ളമുള്ള പാത്രമാണ്, അതുകൊണ്ടാണ് അതേപോലെ അങ്ങനെ വെക്കുമ്പോൾ ആവിവെള്ളം അവിടെ വീഴുകയും അതിൽ നിന്ന് അണുക്കളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്, അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്സര വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അല്ല ജിൻഡോ ചേട്ടാ, അവൾ അങ്ങനെ പാത്രം വെച്ചത് തെറ്റ് തന്നെ, പക്ഷേ അണ്ടർവെയർ കിച്ചണിൽ കൊണ്ടുവയ്ക്കുന്ന അത്രയ്ക്കും വലിയ തെറ്റൊന്നല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ അത് ശരിയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്ന് ജിൻഡോയും പറയുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് ജിൻഡോ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജാസ്മിൻ ചെയ്ത തെറ്റിനെ ചെറുതാക്കി കാണുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ജിൻഡോ പറഞ്ഞതാണ് അവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അത് പറയുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കാതെ ആ തെറ്റ് ഒന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോ ചെയ്ത തെറ്റ് മുമ്പ് എപ്പോഴോ ചെയ്ത കാര്യം എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല. എന്തായാലും ജിൻഡോയും ജാസ്മിനും ഇതിന്റെ പേരിൽ അടിയുണ്ടായി. എല്ലാവരും വന്ന് ഇടപെടുന്നുണ്ടായിരുന്നു, 2-3 പേര് വന്നിട്ട്. എന്നിട്ട് അവരത് അങ്ങനെ സോൾവ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. സ്ക്രീൻ സ്പേസ് അധികം ജിൻഡോയ്ക്ക് കൊടുക്കേണ്ട, അതവിടെ അങ്ങനെ സോൾവ് ചെയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സോൾവ് ചെയ്തിട്ട് പോകുന്നുണ്ടായിരുന്നു.